ഹലോ ഗായ്സ്, വെൽക്കം ടു മേക്ക് മീ ജീനിയസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ യൂണിറ്റ് 3 ആയ ചലന നിയമങ്ങൾ അഥവാ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇയറിൽ സിലബസൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒരുപാട് ചലനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ചലനങ്ങളൊക്കെ ബേസായിട്ട് 3 നിയമങ്ങളുണ്ട്. ഇത് നമ്മളിലേക്ക് കൊണ്ടുവന്നത് സർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയെന്ന് പരിചയപ്പെടാം. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പിക്ചറിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈക്വൽ നമ്പേഴ്സ് ആൾക്കാർ F1 F2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. ഇവർ 2 സൈഡിലേക്കും പ്രയോഗിക്കുന്ന ബലങ്ങൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് F1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സും റൈറ്റ് സൈഡിലേക്ക് F2 എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സാണ് ഇവർ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഫോഴ്സ് സം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്കൊരു ഫോഴ്സ് ലഭിക്കും. അതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പരിണിത ബലം. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സഫല ബലം. റൈറ്റിലേക്കുള്ള ഫോഴ്സിനെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടും ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുക. അതാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും ആണ്. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബാലൻസ്ഡ് ഫോഴ്സ് ഈസ് 1 ഇൻ വിച്ച് ദ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിം റേറ്റിലുള്ള ഫോഴ്സാണ് 2 സൈഡിലേക്കും പ്രയോഗിക്കുക. പിന്നെ നെക്സ്റ്റ് അൺബാലൻസ്ഡ് ഫോഴ്സാണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ആകുമ്പോഴാണ് മോഷൻ നടക്കുക, എന്ന് വെച്ചാൽ ചലനം നടക്കുന്നത്. ഇതിൽ സെയിം റേറ്റിലുള്ള ബലങ്ങളല്ല പ്രയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് റേറ്റിലുള്ള ബലങ്ങളാണ് ഓരോ സൈഡിലേക്കും പ്രയോഗിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് അവിടെ ഒരു ചലനം നടക്കുന്നുള്ളൂ. എന്നാൽ ബാലൻസ്ഡ് ഫോഴ്സിലാകട്ടെ ഒരു മൂവ്മെൻറ്റും നടക്കില്ല, കാരണം അവിടെ സെയിം റേറ്റിലുള്ള ബലങ്ങളാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയും. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയിൽ മാറ്റം വരുത്താനോ സാധിക്കും. പക്ഷെ ഒരു വസ്തുവിൽ അനുഭവിക്കുന്ന പരിണിത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചിതാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ മാറ്റാനുള്ള കഴിവുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇങ്ങനെ 3 നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യബലം പ്രയോഗിക്കാതെ നിലവിലുള്ള അതിൻ്റെ ഗതിയിൽ മാറ്റം വരുത്താനാകില്ല. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ തന്നെയാണ് F=ma. ഒരു ബലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസിനോടും ആക്സിലറേഷനോടും സ്വാധീനിച്ചിരിക്കുന്നു. തേർഡ് ലോ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ആക്ഷനും റിയാക്ഷനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ നോക്കാം. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം എന്താണ്? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ. ബോള് ഇപ്പോൾ നമ്മൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ അത് കാലുകൊണ്ട് തട്ടാതെ അത് ചലിക്കില്ല. അതാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഇനി നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു വാനിൻ്റെ അതിൻ്റെ മുകളിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോക്സിന് ഒരു മോഷൻ എന്ന് പറഞ്ഞാൽ ആ വാനിൻ്റെ അതേ മോഷൻ തന്നെയാണ്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ വാന് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വാനിൻ്റെ മുകളിലുള്ള ബോക്സ് മുന്നിലേക്ക് തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള തത്വം എന്താണ്? ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ജഡത്വം. ജഡത്വത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു സ്റ്റേ അറ്റ് റെസ്റ്റ് ഓർ പ്രിസർവ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരാനുള്ള കഴിവിനെയാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ ഇതുപോലെ ഒരു പരീക്ഷണമുണ്ട്. ഗ്ലാസിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോയിൻ വെക്കും. അപ്പോൾ പെട്ടെന്ന് ഈ പേപ്പർ വലിക്കുന്ന സമയത്ത് ഈ കോയിൻ എന്താ ചെയ്യുക? കോയിന് ഈ ഗ്ലാസ്സിലേക്കാണ് താഴുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിളാണ് ജഡത്വം.
നമ്മുടെ ഇനേർഷ്യ എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ നമുക്ക് പഠിക്കാനില്ല, അത് ജസ്റ്റ് അതിൻ്റെ ടൈപ്പായിട്ട് ഞാൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന ഇരിക്കുന്ന ആളുകൾക്ക് ബാക്കിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നിലേക്കുള്ള മൂവ്മെൻറ്റ്, അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ. ഇതാണ് ന്യൂട്ടൺസ് ക്രാഡൽ. ഈ ന്യൂട്ടൺസ് ക്രാഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊമെൻറ്റത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിലുള്ള മെറ്റൽ ബോൾസ്, ഇപ്പോൾ ഫസ്റ്റ് മെറ്റൽ ബോൾ നമ്മൾ ബാക്കിലേക്ക് വലിച്ച് ബാക്കിയുള്ള മെറ്റൽ ബോൾസിൽ തട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു മെറ്റൽ ബോൾ ബാക്കിലേക്കും മുന്നിലേക്കും ചലിക്കും. ഇത് ഇപ്പം നമ്മൾ 2 മെറ്റൽ ബോൾസ് യൂസ് ചെയ്തിട്ടാണ് അത് ബാക്കിലേക്ക് വലിച്ചിട്ട് മുന്നിലേക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 ബോൾസ് ഇതുപോലെ ചലിക്കും. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിളാണ് മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻറ്റം. അതായത് P=mv. മൊമെൻറ്റം ഒരു സദിശ അളവാണ്, എന്ന് വെച്ചാൽ പ്രവേഗത്തിൻ്റെ ദിശയാണ് അതിൻ്റെ ദിശ, അതൊരു ദിശയുള്ള അളവാണ്. അപ്പോൾ P=mv എന്ന് പറയുന്നതാണ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് ക്രാഡലിൽ പറഞ്ഞ പോലെ മെറ്റൽ ബോൾസിലൂടെ അതിൻ്റെ മൊമെൻറ്റവും എനർജിയും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഇഫ് ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്റ്റ് വിത്ത് ഗ്രേറ്റ് മാസ്, ദ ഒബ്ജക്റ്റ് ആക്സിലറേറ്റ്സ് അറ്റ് എ ലോവർ റേറ്റ് ബിക്കോസ് മാസ് ആഡ്സ് ഇനർഷ്യ. ഒരു വസ്തുവിൻ്റെ ഭാരം കൂടുതലായാൽ ഒരേ ബലം പ്രയോഗിച്ചാലും അതിൻ്റെ ആകർഷണം കുറയും, എന്ന് വെച്ചാൽ ആക്സിലറേഷൻ കുറയും. അതിനാൽ അത് കൂടുതൽ ദ്രുതഗതിയിലാക്കാൻ കൂടുതൽ ബലങ്ങൾ ആവശ്യമാണ്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു വസ്തുവിൽ അതിൻ്റെ ത്വരണം 2 വേരിയബിളുകളെ ആശ്രയിച്ചിരിക്കും. വസ്തുവിൽ പ്രവർത്തിക്കുന്ന നെറ്റ് ഫോഴ്സും, എന്ന് വെച്ചാൽ ബലവും, വസ്തുവിൻ്റെ മാസും. ഇതിന് രണ്ടിനെയും വസ്തുവിൻ്റെ ത്വരണം ആശ്രയിച്ചിരിക്കും. അപ്പോൾ ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം എന്ന് പറയുന്നത് ഒരു വസ്തുവിലുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന അസന്തുലിത ബലത്തിന് നേരനുപാതത്തിലും ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് F=ma എന്ന് പറഞ്ഞാൽ F എന്ന് പറഞ്ഞ ബലം, m എന്ന് പറഞ്ഞ അതിൻ്റെ മാസാണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം. അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൻ്റെ 2ാം ചലനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നിയമത്തിലേക്ക്, ലോസിലേക്ക് പോവുകയാണ്. ഈ പിക്ചറിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കും ഒരു റിയാക്ഷനും ഒരു ആക്ഷനും ഇവിടെ സംഭവിക്കുന്നു. ഇതാണ് ന്യൂട്ടൻ്റെ 3rd ലോ. ന്യൂട്ടൻ്റെ 3rd ലോ എന്താണ് പറയുന്നത്? ഏതൊരു പ്രവർത്തനത്തിനും അതൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഓരോ പ്രവർത്തനവും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നതാണ് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ബലം പ്രയോഗിച്ചാൽ രണ്ടാമത്തെ വസ്തു ആദ്യത്തെ വസ്തുവിൽ തുല്യമായ ബലം പ്രയോഗിക്കുന്നു. ബലങ്ങൾ രണ്ടും തുല്യവും വിപരീത ദിശയിലുമുള്ളതായിരിക്കും. F1 എന്ന് പറയുന്നത് -F2 ആയിരിക്കും. അപ്പോൾ എല്ലാവരും ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയും കൂടുതൽ വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്